Good morning to all. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് കൂടെ ബാലൻസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. Problem number 7. A rectangular pontoon 10 meter long, 7 meter broad and 2.5 meter deep weighs 686.7 kilonewton. It carries on its upper deck an MG boiler of 5 meter diameter weighing 588.6 kilonewton. The center of gravity of the boiler and the pontoons are their respective centers along the vertical axis. Find the metacentric height. Then the weight density of seawater is 10.104 kilonewton per meter cube. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം വരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഒരു സിംഗിൾ ബോഡി ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്. ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് ഒരു പോണ്ടൂണും ഉണ്ട്. ആ പോണ്ടൂണിന് മുകളിൽ ഒരു ബോയിലർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റ് വരുന്നുണ്ട് ഈ ഒരു പ്രോബ്ലത്തിനകത്ത്. അപ്പം അതിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. റെക്ടാങ്കുലർ പോണ്ടൂൺ 10 മീറ്റർ ലോങ്, 7 meter broad and 2.5. അപ്പോൾ റെക്ടാങ്കുലർ പോണ്ടൂൺ ആണ് ഒരെണ്ണം തന്നിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 10 മീറ്റർ, ബ്രെഡ്ത്ത് 7 മീറ്റർ, ഹൈറ്റ് 2.5. അപ്പോൾ ഈ ഫിഗറിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞു നമുക്ക് പ്ലാനിനകത്ത് ഒരു റെക്ടാങ്കുലർ വരച്ച് പ്ലാൻ വരച്ച് 10 മീറ്റർ പ്ലാനിനകത്ത് കാണിക്കാം. ബാക്കി 7 മീറ്ററും 2.5 മീറ്ററും സെക്ഷനിൽ കാണിക്കാം. ആൻഡ് ഇതിൻ്റെ വെയിറ്റും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പോണ്ടൂണിൻ്റെ വെയിറ്റ് 686.7 kilonewton. Then it carries on its upper deck an MG boiler of 5 meter diameter. അപ്പോൾ ഇതിന് മുകളിൽ ഒരു MG ബോയിലർ ഉണ്ട്. ബോയിലറിന്റെ ഡയമീറ്റർ 5 മീറ്റർ ഡയമീറ്റർ ആണ്. ഇനി ബോയിലറിന്റെ വെയിറ്റും തന്നിട്ടുണ്ട് 588.6 kilonewton. The center of gravity of the boiler at the pontoon are at their respective centers along the vertical axis. ഇനി ഇവിടെ നമ്മളൊരു വെർട്ടിക്കൽ ആക്സിസ് വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോണ്ടൂണിന് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടെന്നറിയാം. ആ ബോയിലറിന് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ പോണ്ടൂണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ G1 ആയിട്ട് മാർക്ക് ചെയ്തു, ബോയിലറിൻ്റെ G2 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇതിനകത്ത് നമുക്കൊരു G എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. കാരണം രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് വരുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യും. നമ്മുടെ ആക്ച്വൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്, രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് G വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫൈൻഡ് ദ മെറ്റാസെൻട്രിക് ഹൈറ്റ്. then the weight density of sea water. അപ്പോൾ ഇതൊരു സീലാണ് ഇരിക്കുന്നത്. സീ വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് the dimension of pontoon is given as 10 by 7 by 2.5. then weight of pontoon W1 is 686.7 kilonewton. diameter of boiler 5 meter and weight of boiler W2 as 588.6 kilonewton. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യമേ നെയിം കൊടുക്കണം G1 ആണെങ്കിൽ കറക്റ്റ് W1 അതിൻ്റെ പോണ്ടൂണിൻ്റെ വെയിറ്റ് തന്നെ കൊടുക്കുക. അല്ലാതെ തിരിച്ച് G1ഉം G2 മാറ്റിയിട്ട് W1 W2 കൂടി ഇഷ്ടമുള്ളത് എഴുതരുത്. ഈ ഇരിക്കുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വേണം നമ്മൾ W1 ആണോ W2 ആണോ എന്നോ കൊടുക്കുക. ഇപ്പം ഇവിടെ പോണ്ടൂണിന് 1 എന്ന് കൊടുത്തു. അപ്പം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G1, അപ്പോൾ വെയിറ്റ് W1. പിന്നെ ബോയിലറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G2 എന്ന് കൊടുത്തു, ബോയിലറിൻ്റെ വെയിറ്റ് ആണ് നമ്മൾ W എന്ന് കൊടുത്ത്. ഇത് മാറി പോവുകയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. Then to find the metacentric height, first determine the common center of gravity G and common center of buoyancy B of the boiler and pontoon. Let G1 and G2 are the center of gravities of pontoon and boiler respectively. Then let A G1 and A G2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗർ നോക്കുക. A എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടം പോയിന്റ് ആണ്. A G1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, A G2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ രണ്ട് വാല്യൂയും കൂടെ വെച്ച് നമുക്ക് വെയിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, പുതിയ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ദെൻ A G1 എങ്ങനെ കാണും? A G1 എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 2.5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹാഫ് ആണ്, റെക്ടാങ്കുലർ ബോഡി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്നത്. അപ്പോൾ A G1 is equal to 2.5 divided by 2, that is equal to 1.25 meter.
ദെൻ AG2 എന്ന് പറഞ്ഞാൽ ബോട്ടത്തിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ നമ്മുടെ ബോയിലറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ടോട്ടൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 2.5 ഉണ്ട്. ടോട്ടൽ ആ പോണ്ടൂൺ വരെയുള്ളത് 2.5 ഉണ്ട്. ദെൻ ആ സർക്കിളിൻ്റെ സെൻറ്റർ വരെ നോക്കിയാൽ മതി. അതിൻ്റെ ഡയമീറ്റർ 5 ആണ്. ഡയമീറ്ററിൻ്റെ ഹാഫ് ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ളത്. അപ്പോൾ 2.5 പ്ലസ് 5/2 ചെയ്യുമ്പം AG2 കിട്ടും. AG2 എന്ന് പറയുന്നത് 2.5 പ്ലസ് 5/2 is equal to 5 meter. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നെറ്റ് ആക്ച്വൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണണമെങ്കിൽ the distance of common center of gravity G from A is given as using the formula AG is equal to AG എന്ന് പറയുന്ന A തൊട്ട് നമ്മളുടെ ആക്ച്വൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് W1 ഇൻറ്റു AG1 പ്ലസ് W2 ഇൻറ്റു AG2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2. നിങ്ങൾ സാധാ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ സെൻറ്ററോടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ x1 A1 പ്ലസ് x2 A2 എന്നൊക്കെ ഇടുക. അപ്പോൾ ഇത് ഏരിയയ്ക്ക് പകരം വെയിറ്റ് ആണ്, അല്ലെങ്കിൽ വോളിയം ഏതിട്ടാലും ഡിനോമിനേറ്ററും ടോട്ടൽ ഏത് ടേമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് വെയിറ്റ് തന്നുകൊണ്ട് W1 ഇൻറ്റു AG1 പ്ലസ് W2 ഇൻറ്റു AG2 ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ്. ഓരോ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓരോന്നും ഇക്വേറ്റ് ചെയ്യുക. ദെൻ വി ഗെറ്റ് AG is equal to 2.98 meter. ഇനി നമുക്ക് AG കിട്ടി, A തൊട്ട് G വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. കാരണം ആക്ച്വലി നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ഏതാ? Bയും Gയും ആണ് വേണ്ടത്. ഇപ്പോൾ AG മൈനസ് AB ചെയ്തെങ്കിൽ നമുക്ക് BG കിട്ടും. പിന്നെ AB കാണണമെങ്കിൽ എന്താ വേണം? AB എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസി ആണ്. B എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസി ആണ്. അപ്പോൾ എത്രമാത്രം ഡെപ്ത് ഓഫ് വാട്ടർ ഒരു പോണ്ടോട് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കണം. Hൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ Hൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഓക്കെ. ഇഫ് H ഈസ് ദ ഡെപ്ത് ഓഫ് ഇമേർഷൻ ദെൻ ടോട്ടൽ വെയിറ്റ് ഓഫ് പോണ്ടൂൺ ആൻഡ് ബോയിലർ. അപ്പോൾ നെറ്റ് എഫക്റ്റ് ആണ് എടുക്കുക, ടോട്ടൽ വെയിറ്റ് ആണ് എടുക്കേണ്ടത്. ബോയിലറിൻ്റെയും പോണ്ടൂണിൻ്റെയും കൂടെ വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സീ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ടോട്ടൽ വെയിറ്റ് ഓരോന്നിൻ്റെയും വെയിറ്റ് തന്നിട്ടുണ്ട്, ആഡ് ചെയ്യുക. ദെൻ വെയിറ്റ് ഓഫ് സീ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് പോണ്ടൂൺ ഇൻ വാട്ടർ. മീൻസ് പോണ്ടൂൺ മാത്രമേ ഇവിടെ ഫ്ലോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നതിൻ്റെ മാത്രം വെയിറ്റ് എടുക്കുക. വോളിയം ഓഫ് ദി പോണ്ടൂൺ ഇൻ വാട്ടർ. ദെൻ അതിൻ്റെ സ്പെസിഫിക് വെയിറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 10.104 ഇൻറ്റു വോളിയം എന്ന് പറയുന്ന ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് ഇമേർഷൻ. ലെങ്ത് ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, ഡെപ്ത് ഓഫ് ഇമേർഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. H നോട്ട് ചെയ്യുക. ദെൻ നമ്മൾ ഈക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും Hൻ്റെ വാല്യൂ 1.803 മീറ്റർ ആയിട്ട് കിട്ടും. Hൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ AB എന്ന് പറയുന്നത് H/2 ആണ്. ദെൻ AB is equal to H/2 is 0.9015 മീറ്റർ. അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം BGയുടെ ഡിസ്റ്റൻസ്. BG യൂസ് ചെയ്യുന്ന എവിടെ? മെറ്റാസെൻറ്റർ ഹൈറ്റിൻ്റെ ഫോർമുല I/V മൈനസ് BG. BG is equal to AG മൈനസ് AB. ഫിഗറിൽ ഞാൻ കാണിച്ചു തന്നെയാണ്. BG എന്ന് പറയുന്നത് AG മൈനസ് AB. AGയുടെ വാല്യൂ ABയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. BGയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 2.078 മീറ്റർ. ദെൻ മെറ്റാസെൻറ്റർ ഹൈറ്റിൻ്റെ ഫോർമുലയാണ് I/V മൈനസ് BG, വെയർ V ഈസ് ദ വോളിയം ഓഫ് ദി ബോഡി ഇൻ വാട്ടർ. അപ്പോൾ ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് ഇമേർഷൻ ചെയ്താൽ മതി. ഡെപ്ത് ഓഫ് ഇമേർഷനും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് Vയുടെ വാല്യൂ കിട്ടും. പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി പ്ലാൻ ഓഫ് ദ ബോഡി അറ്റ് ദി വാട്ടർ ലെവൽ അലോങ് YY. ഇപ്പോൾ നമ്മുടെ പ്ലാൻ നോക്കുമ്പോൾ മുകളിൽ നടുക്കാണ് നമ്മുടെ ബോയിലർ വരുന്നത്. അപ്പോൾ ബോയിലർ എഫക്റ്റ് വരത്തില്ല. നമുക്ക് ആക്ച്വലി എടുക്കേണ്ടത് ആ പോണ്ടൂൺ ആണ്. ആ പോണ്ടൂണിൻ്റെ YY കൂടെ ഒരു ലൈൻ വരയ്ക്കുക, അതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ YY ആക്സിസിന് പാരലായിട്ട് എടുക്കുക. എബൌട്ട് YY ആക്സിസ് എടുക്കുമ്പോൾ അതിൻ്റെ പാരലൽ സൈഡ് 10 ആണ് വരുന്നത്. അപ്പോൾ 1/12 ഇൻറ്റു 10 ഇൻറ്റു 7³ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഐയുടെ വാല്യൂ കിട്ടും. I കിട്ടി, V കിട്ടി, BG കിട്ടി. ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. ദെൻ വി ഗെറ്റ് ദി മെറ്റാസെൻറ്റർ ഹൈറ്റ് 0.12 മീറ്റർ. 0.12 മീറ്റർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ മെറ്റാസെൻറ്റർ ഹൈറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ദ ബോഡി സ്റ്റേബിൾ ആണെന്ന് പറയാം. Okay, next problem. A wooden cylinder of specific gravity 0.6 and circular in cross section is required to float in oil. Find the L/D ratio for the cylinder to float with its longitudinal axis vertical in oil, where L is the height of the cylinder and D is its diameter.
ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് L/D റേഷ്യോ അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് ആക്ച്വലി ഇതിനെ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാം. മെറ്റാസെൻട്രിക് ഹൈറ്റ് കിട്ടുമ്പോൾ ഇൻ L/D ടേംസിലായിരിക്കും നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, എ വുഡൻ സിലിണ്ടർ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി, നമുക്കൊരു വുഡൻ സിലിണ്ടർ ആണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, സിലിണ്ടർ ആയതുകൊണ്ട് അതിൻ്റെ പ്ലാൻ നോക്കുമ്പോൾ നമുക്ക് സർക്കുലർ സെക്ഷനും അതിൻ്റെ സെക്ഷൻ നോക്കുമ്പം അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ റെക്ടാങ്കുലർ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അത് ഫ്ലോട്ട് ചെയ്യുന്നത് ഓയിലിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഡയമീറ്റർ ഓഫ് സിലിണ്ടർ ഈസ് D ആൻഡ് ഹൈറ്റ് ഓഫ് സിലിണ്ടർ ഈസ് L. ഡയമീറ്റർ D ആണ്, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് L ആണ്. അത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ H ഹൈറ്റ്, ഡെപ്ത് ഓഫ് ഇമോഷനും ഉണ്ട്. അപ്പോൾ G മാർക്ക് ചെയ്യുക. G ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോഡി, B ഈസ് ദ സെൻറ്റർ ഓഫ് ബോയൻസി. ഓക്കെ, ആദ്യമേ എ ജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ ജി എന്ന് പറയുന്നത് ടോട്ടൽ L/2 ആണ്. എ ജി ഡിസ്റ്റൻസ് അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G ഫ്രം എ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എ ജി ഈസ് ഈക്വൽ ടു L/2. നെക്സ്റ്റ് വേണ്ടത് ഡെപ്ത് ഓഫ് ഇമേർഷൻ ആണ്. ഡെപ്ത് ഓഫ് ഇമേർഷൻ ഉള്ള ഫോർമുലയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ദ വെയിറ്റ് ഓഫ് ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഓയിൽ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഓയിൽ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ വെയിറ്റിന്റെ ഫോർമുല വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു ദാറ്റ് ഈസ് റോ ജി ഇൻറ്റു വോളിയം ഓഫ് ദി സിലിണ്ടർ ആണ്. അതിൻ്റെ ഏരിയ, സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയ സർക്കുലർ സെക്ഷൻ്റെ എടുക്കുക, π/4d² ഇൻറ്റു ലെങ്ത് നമുക്ക് വോളിയം കിട്ടും. ദെൻ അതിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി റോ ഇൻറ്റു ജി. റോ കിട്ടണമെങ്കിൽ 0.6 സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. 0.6 ബോഡിയുടെ വുഡൻ ബ്ലോക്കിൻ്റെ ആണ് കണ്ടുപിടിക്കുന്നത്. 0.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ദ സിലിണ്ടർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഓയിൽ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് ഓയിൽ ഡിസ്പ്ലേസ്ഡ് ഈസ് ഓൾസോ ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ ദി ഓയിൽ. അങ്ങനെ അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഓയിലിനകത്തുള്ള ബോഡിയുടെ വെയിറ്റ് നോക്കുക. അതിൻ്റെ ഏരിയ π/4d² ഇൻറ്റു ഡെപ്ത് ഓഫ് ഇമേർഷൻ അവിടെ ചേഞ്ച് ചെയ്യും, H എടുക്കുക. ദെൻ ബാക്കി ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഇൻറ്റു 1000 ഇൻറ്റു 9.81. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പം എച്ചിൻ്റെ വാല്യൂ കിട്ടും. എച്ച് വാല്യൂ ഈസ് ഈക്വൽ ടു 2/3 L കിട്ടും. ദെൻ നമുക്ക് എ ജി കിട്ടി, L/2 എച്ചും ഉണ്ട്, എ ജി ഉണ്ട്. അങ്ങനെയാണ് എ ബി കണ്ടുപിടിക്കണമെങ്കിൽ H/2 ചെയ്താൽ എ ബി കിട്ടും. എ ബിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H/2 ഇൻറ്റു 1/2 എച്ചിൻ്റെ വാല്യൂ 2/3 L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടും എ ബി ഈസ് ഈക്വൽ ടു L/3 നമുക്ക് വാല്യൂ കിട്ടും. L/3 എ ബിയും കിട്ടി, എ ജിയും കിട്ടി. ദെൻ ഫൈൻഡ് ബി ജി. ബി ജി ഈസ് ഈക്വൽ ടു എ ജി മൈനസ് എ ബി. ഫിഗറിൽ നോക്കിയാൽ മതി. ബി ജി ഈസ് ഈക്വൽ ടു എ ബി മൈനസ് എ ജി മൈനസ് എ ബി. എ ജി ഈസ് L/2 മൈനസ് എ ബി ഈസ് L/3. സോൾവ് ചെയ്യുമ്പം നമുക്ക് ബി ജിയുടെ വാല്യൂ L/6 കിട്ടും. ഇനി നമ്മുടെ മെറ്റാസെൻട്രിക് ഫോർമുല ഹൈറ്റിൻ്റെ ഫോർമുലയിലോട്ട് വരാം. ജി എം ഇസ് ഈക്വൽ ടു I/V മൈനസ് ബി ജി. ഐ ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി പ്ലാൻ. അബൌട്ട് ദി പ്ലാൻ, അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് സർക്കുലർ സെക്ഷൻ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ π/64 d⁻⁴. വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതുപോലെ ഇടുക. വി ഈസ് ദ വോളിയം ഓഫ് സിലിണ്ടർ ഇൻ ഓയിൽ. ഇറ്റ് ഈസ് π/4d² ഇൻറ്റു H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ വാല്യൂ നമ്മൾ ഐയും ബിയും കൂടെ വാല്യൂസ് കൊടുക്കുമ്പം കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ആയപ്പോൾ ബാലൻസ് വരും നമുക്ക് 3d² ഡിവൈഡ് ബൈ 32L. അപ്പോൾ I/Vയുടെ വാല്യൂ ആണ് 3d² ഡിവൈഡ് ബൈ 32L വരുന്നത്. ദെൻ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഈസ് ഈക്വൽ ടു I/V മൈനസ് ബി ജി. ബി ജി ഈസ് L/6. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമുക്കിവിടെ ഒരു ഫ്ലോട്ടിംഗ് ബോഡിയാന്ന് തന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ബോഡി എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് ബോഡി ഇരിക്കുന്നത്. ദെയർഫോർ അതിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നമുക്ക് എഴുതാം ജി എം ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 0. ഓർ ജി എമ്മിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയത് ഏതാ? 3d² ബൈ 32L മൈനസ് L/6. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇനി ആ നെഗറ്റീവിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ 3d² ബൈ 32L ഗ്രേറ്റർ ദാൻ L/6
ഇവിടെയും കോമൺ ടേംസിനെയൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ എൽ എന്ന് പറയുന്ന റൈറ്റ് സൈഡിലോട്ടോ എല്ലും ഡിയും ഒരു സൈഡിലോട്ട് നമ്മൾ കൊണ്ടുവരിക. കാരണം നമുക്ക് L/D റേഷ്യോ ആണ് വേണ്ടത്. നമുക്ക് എഴുതാം L²/D² ഈസ് ലെസ് ദാൻ 18/32 ഓർ 9/16. ദെൻ L/D ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് 9. ഇവിടെ സ്ക്വയർ ഉണ്ട്, അതിൻ്റെ റൂട്ട് എടുക്കുക. L/D കിട്ടണമെങ്കിൽ റൂട്ട് ഓഫ് 9/16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L/D വാല്യൂ ഈസ് ലെസ് ദാൻ 3/4 എന്ന് കിട്ടും. അപ്പം നമ്മളുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ L/D അല്ല റേഷ്യോ ഓഫ് L/Dയുടെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് L/D ഈസ് ലെസ് ദാൻ 3/4. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെറ്റാസിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് ഗ്രേറ്റർ ദാൻ 0 കൊടുക്കണം. കാരണം പോസിറ്റീവ് വാല്യൂ ആണ്. എക്സ്പ്രഷൻ ഇവിടെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. അപ്പോൾ L/D ഈസ് ലെസ് ദാൻ 3/4 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ. Next problem, show that a cylindrical buoy of 1 meter diameter and 2 meter high weighing 7.848 kilonewton will not float vertically in seawater of density 1030 kilogram per meter cube. Find the force necessary in a vertical chain attached at the center of base of the buoy that will keep it vertical. ഈ പ്രോബ്ലം കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. ഇതിനകത്ത് ആദ്യമേ ആക്ച്വലി ഞാൻ ഫോഴ്സ് നമുക്ക് ക്വസ്റ്റ്യനൊന്നും ചോദിക്കാറില്ല. ഇനി ഒരു പ്രോബ്ലം നമുക്ക് മെറ്റാസെൻറ്റർ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ മെറ്റാസെൻറ്റർ ഹൈറ്റിൻ്റെ സ്റ്റെബിലിറ്റി മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇത് വിൽ നോട്ട് ഫ്ലോട്ട് വെർട്ടിക്കലി ഇൻ സീ വാട്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മെറ്റാസെൻറ്റർ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബോയിയുടെ ഡയമീറ്റർ 1 മീറ്റർ, അതിൻ്റെ ഹൈറ്റ് 2 മീറ്റർ തന്നിട്ടുണ്ട്. അത് അത് സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ കുറച്ച് ഫ്ലോട്ടിംഗ് രീതിയിലും കൂടാണ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അതിൻ്റെ ഡെപ്ത് ഓഫ് ഇമേർഷൻ. ദെൻ ഫസ്റ്റ് വൺ ഷോ ദാറ്റ് ദ സിലിണ്ടർ വിൽ നോട്ട് ഫ്ലോട്ട് വെർട്ടിക്കലി ആണ്. ദാറ്റ് മീൻസ് മെറ്റാസെൻറ്റർ ഹൈറ്റ് കണ്ടുപിടിക്കുക. മെറ്റാസെൻറ്റർ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം അത് വെർട്ടിക്കലായിട്ട് ഫ്ലോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാർട്ട് 1 എന്ന് പറയുന്നത് സിലിണ്ടർ വിൽ നോട്ട് ഫ്ലോട്ട് ഇഫ് മെറ്റാസെൻറ്റർ ഹൈറ്റ് ഈസ് നെഗറ്റീവ്. സെക്കൻഡ് പാർട്ട് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ലെറ്റ് ദ ഡെപ്ത് ഓഫ് ഇമേർഷൻ ബി എച്ച്. ദെൻ ഫോർ ഇക്വിലിബ്രിയം കണ്ടീഷൻ ദ വെയിറ്റ് ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്. ഇതങ്ങ് മനസ്സിൽ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. വെയിറ്റ് ഓഫ് സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വരുന്ന ടോട്ടൽ സിലിണ്ടറിൻ്റെ വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. ഇനി വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ് എന്താ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടർ ഇൻ വാട്ടർ വരുന്നത്. വെയിറ്റ് ഓഫ് സിലിണ്ടർ നമുക്ക് തന്നിട്ടുണ്ട് 7.848 kilonewton. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഈസ് 1030 ഇൻറ്റു ജി 9.81. ദെൻ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഏരിയ ഈസ് π/4 d² ഇൻറ്റു എച്ച് ഡെപ്ത് ഓഫ് ഇമേർഷൻ. സോൾവ് ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ 0.989 മീറ്റർ കിട്ടും. എച്ച് കിട്ടിക്കഴിഞ്ഞ് എ ബിയുടെ വാല്യൂ കാണുക. ദാറ്റ് ഈസ് h/2. ഓൾറെഡി ഒരുപാട് വട്ടം പറഞ്ഞ കാര്യമാണ്. ദെൻ ബി ജി ഈസ് ഈക്വൽ ടു എ ജി മൈനസ് എ ബി. ബി ജി എന്ന് പറയുന്നത് 2/2 ആണ്. അതിൻ്റെ റെക്ടാങ്കുലർ ബോഡി ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് ആണ് എ ജി. therefore BG is equal to AG minus AB, that is 1 minus 0.494, that is equal to 0.506 meter. BG കിട്ടി. Then find metacentric height using the formula I/V minus BG, where I is equal to circular section ആയതുകൊണ്ട് സിലിണ്ടറിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് പ്ലാൻ എന്ന് പറയുന്നത് സർക്കുലർ ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് π/64 into d raised to 4. ഡിയുടെ വാല്യൂ 1 meter. That V is the volume of cylinder in water. That means π/4 d² into depth of immersion. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ജി എമ്മിൻ്റെ വാല്യൂ നമുക്ക് -0.443 മീറ്റർ കിട്ടും. അപ്പം ഇത് നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. പ്രോബ്ലംസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങളുടെ ആൻസർ ഈ -0.443 വരുന്നതാണ് എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ as the metacenter height is negative, the point M lies below G, and hence the cylinder will be in unstable equilibrium, and hence the cylinder will not float vertically. Unstable ആയതുകൊണ്ടാണ് അത് വെർട്ടിക്കലായിട്ട് ഫ്ലോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ മെറ്റാസെൻറ്റർ കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക.
Next problem, a ship 70 meter long and 10 meter broad has a displacement of 19,620 kilonewton. A weight of 343.35 kilonewton is moved across the deck through a distance of 6 meter. The ship is tilted through 6 degree. The moment of inertia of the ship at waterline about its fore and after axis is 75% of moment of inertia of the circumscribing rectangle. The center of buoyancy is 2.25 meter below the waterline. Find the metacentral height and position of center of gravity of ship. Specific weight of seawater is 1104 Newton per meter cube. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മെറ്റാസെൻ്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ വഴിയാണ് ഇവിടെ നമുക്ക് മെറ്റാസെൻ്റ് ഹൈറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് വായിച്ചാൽ തന്നെ അറിയാം, ഒരു ചെറിയൊരു വെയിറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ ഓഫ് ടിൽറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇത് എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ വഴി ചെയ്യുന്ന പ്രോബ്ലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കി. എ ഷിപ്പ് 70, ഇപ്പോൾ ഷിപ്പിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 70 മീറ്റർ ലോങ് ആൻഡ് 10 മീറ്റർ ബ്രോഡ് ഹാസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 19,620 കിലോമീറ്റർ. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രമാത്രം വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവുന്നതാണ്. ദാറ്റ് മീൻസ് ദ വെയിറ്റ് ഓഫ് ദ ഷിപ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഷിപ്പ്. ഷിപ്പിൻ്റെ ഷേപ്പ് നമുക്കറിയാം, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് പോലെയൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ലെങ്ത് 70 മീറ്റർ തന്നിട്ടുണ്ട്. ലോങ് 70 മീറ്റർ ലോങ് ആൻഡ് 10 മീറ്റർ ബ്രോഡാണ്. അത് ആ റെക്റ്റാങ്കുലർ ഷേപ്പിനകത്ത് നമ്മൾ നിർത്തുകയാണ് പറയുന്നത്. എ വെയിറ്റ് ഓഫ് 343.35 kilonewton is moved across the deck through a distance of 6 meter. അത് ഫിഗർ ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ്റെ ഫിഗർ എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ഷിപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു വെയിറ്റ് ഒരു 6 മീറ്റർ ഡിസ്റ്റൻസിലോട്ട് അതൊന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഏത് ആംഗിളിൽ? ഷിപ്പ് ഈസ് ടിൽറ്റഡ് ത്രൂ 6 ഡിഗ്രി ആംഗിളിൽ ടിൽറ്റ് ചെയ്യുമ്പോൾ. പിന്നെ the moment of inertia of the ship at waterline about its fore and after axis is 75% of moment of inertia of the circumscribing rectangle. ഇത് തന്നിരിക്കുന്നത് നമ്മൾ ഷിപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് നിർത്തിയാണ് ആ ഷിപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഷിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നമ്മുടെ കണ്ടീഷൻ തന്നിരിക്കുന്നത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ച് അതിൻ്റെ 75% ആണ് ഷിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് അത്രയാണ് എന്നുണ്ട്. ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഷിപ്പ് അറ്റ് വാട്ടർ ലൈൻ ഈസ് 75% ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി സർക്കംസ്ക്രൈബിംഗ് റെക്റ്റാങ്കിൾ. ആൻഡ് വെയിറ്റ് ഓഫ് സീ വാട്ടർ അല്ലെ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ആണ് തന്നിരിക്കുന്നത് 1104 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ദെൻ മൂവബിൾ വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഷിപ്പിനകത്ത് ടിൽറ്റ് കൊടുക്കുമ്പോൾ മൂവ് ചെയ്യുന്ന വെയിറ്റ് സ്മോൾ ഡബ്ല്യു ഈസ് 343.35 കിലോ ന്യൂട്ടൺ. അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈ 6 മീറ്റർ. ദെൻ സെൻറ്റർ ഓഫ് ബോയൻസി ഈസ് 2.25 മീറ്റർ ബിലോ ദി വാട്ടർ സർഫസ്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ സെൻറ്റർ ഓഫ് ബോയൻസി ഈസ് 2.25 മീറ്റർ ബിലോ ദി വാട്ടർ ലൈൻ. അപ്പോൾ വാട്ടർ ലൈൻ്റെ നമുക്ക് ജസ്റ്റ് ഒരു ലൈനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ടർ ലൈൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2.25 മീറ്റർ ആണ്. Okay. Then find metacentral height. GM is equal to metacentral height കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ആ BG ഡിസ്റ്റൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ്റെ ഫോർമുല സ്മോൾ w1 ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ W ടാൻ തീറ്റ ആണ് ഫോർമുല. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. സ്മോൾ w ഇവിടെ തന്നിട്ടുണ്ട് 343.35 കിലോ ന്യൂട്ടൺ. മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 6 മീറ്റർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ W. ടോട്ടൽ വെയിറ്റ് ഓഫ് ഷിപ്പ് എന്ന് പറയുന്നത് 19,620 ആണ്. ഇൻറ്റു തീറ്റയുടെ വാല്യൂ ഉണ്ട് 6 ഡിഗ്രി. അപ്പോൾ ടാൻ തീറ്റ ടാൻ 6 ഡിഗ്രി സോൾവ് ചെയ്യുമ്പോൾ മെറ്റാസെൻട്രൽ ഹൈറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 0.999 മീറ്റർ. അറൗണ്ട് 1 മീറ്റർ ലെങ്തിലാണ് മെറ്റാസെൻട്രൽ ഹൈറ്റ് കിട്ടുന്നത്. മെറ്റാസെൻട്രൽ ഹൈറ്റ്. ദെൻ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ കാണണമെങ്കിൽ നമുക്ക് മെറ്റാസെൻട്രൽ ഹൈറ്റിൻ്റെ ഫോർമുല അനലിറ്റിക്കൽ വഴി നമുക്കറിയാം I/V മൈനസ് BG ആണ്. വേറെ I ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഷിപ്പ് ഇൻ വാട്ടർ ലൈൻ അബൌട്ട് YY. അതെന്ന് പറയുന്നത് 75% ഓഫ് ദി സർക്കംസ്ക്രൈബിംഗ് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അത് 75% എന്ന് പറയുമ്പോൾ 75 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1/2 ഇൻറ്റു പാരലൽ സൈഡ് 70 ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ് 10 ക്യൂബ് ചെയ്യുമ്പോൾ Iയുടെ വാല്യൂ കിട്ടും. Then V എന്ന് പറയുന്നത് വോളിയം ഓഫ് ഷിപ്പ് ഇൻ വാട്ടർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഷിപ്പ് ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാനുള്ള കാരണം
നമുക്ക് ഇവിടുത്തെ ഡെപ്ത് എച്ച് ഹൈറ്റ് ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, എത്രമാത്രം ഡെപ്തിൽ ഇമേഴ്സ് ചെയ്തിട്ടുള്ളതൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം, നമ്മുടെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടല്ലോ, വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് ഷിപ്പ് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഷിപ്പ്. അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്തതേ ഉള്ളൂ. വോളിയം ഓഫ് ഷിപ്പ് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു നമ്മളുടെ ആ വെയിറ്റ് ഓഫ് ഷിപ്പ് ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 41.74 മീറ്റർ ക്യൂബ് കിട്ടും. ദെൻ ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, വിയുടെ വാല്യൂ ഉണ്ട്, ഐ ബൈ വി വാല്യൂ കണ്ടുപിടിക്കുക, 2.253 എന്ന് കിട്ടും. ദെൻ ജി എമ്മിൻ്റെ വാല്യൂ എങ്ങനെ, ഐ ബൈ വി മൈനസ് ബി ജി ആണ്. ഐ ബൈ വി മൈനസ് ബി ജി, വേറെ ഐ ബൈ വിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി ജിയുടെ വാല്യൂ നമുക്കറിയത്തില്ല. നമുക്ക് ആക്ച്വലി വേണ്ടത് ഇപ്പോൾ ജിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ മെറ്റാസെൻറ്റർ ഹൈറ്റിൻ്റെ വാല്യൂ അറിയാം. മെറ്റാസെൻറ്റർ ഹൈറ്റിൻ്റെ വാല്യൂ ഐ ബൈ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി ജിയുടെ വാല്യൂ 1.254 മീറ്റർ കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ജി ഫ്രം ദ സർഫസ് ഓഫ് വാട്ടർ ലൈൻ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ബി ഫ്രം ദി വാട്ടർ സർഫസ് ബി ജി മൈനസ് ബി ജി. ഈ ഫിഗറിനകത്ത് നോക്കിയാൽ മതി, നമ്മളുടെ വാട്ടർ ലൈനിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ലൈനിൽ നിന്ന് സെൻറ്റർ ഓഫ് ബോയൻസ് വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ബി ജിയുടെ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ജി ഫ്രം ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ബി ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ മൈനസ് ബി ജി. ദാറ്റ് ഈസ് 2.25 മൈനസ് 1.254 ഈസ് ഈക്വൽ ടു 0.996 മീറ്റർ ആണ് നമ്മളുടെ സർഫസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ മെറ്റാസെൻറ്റർ ഹൈറ്റ് ആൻഡ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റാസെൻറ്റർ. ആദ്യമേ നമ്മൾ ഏത് വെച്ച് കണ്ടുപിടിച്ചു, എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ വഴി മെറ്റാസെൻറ്റർ ഹൈറ്റ് കണ്ടുപിടിച്ചു. അപ്പം മെറ്റാസെൻറ്റർ ഹൈറ്റിൻ്റെ വാല്യൂ നമുക്കുണ്ട്. പിന്നെ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി അനലിറ്റിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം മെറ്റാസെൻറ്റർ ഹൈറ്റ് അനലിറ്റിക്കൽ ഇക്വേഷൻ ആയതുകൊണ്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഐയും വിയുടെ വാല്യൂസ് ഒക്കെ നമുക്കറിയാം. ബി ജിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ ഒരു പിക്ചർ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വാല്യൂ കിട്ടും. ലാസ്റ്റ് പ്രോബ്ലം, എ pontoon of 15,696 kilonewton is displaced. Kilonewton displacement is floating in water. A weight of 245.25 kilonewton is moved through a distance of 8 meter across the deck of pontoon, which tilts the pontoon through an angle 4 degree. ഫൈൻഡ് ദ മെറ്റാസെൻറ്റർ ഹൈറ്റ് ഓഫ് ദ പോണ്ട്. ഏറ്റവും ഡയറക്റ്റ് പ്രോബ്ലം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏത് നമ്മളുടെ എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ്റെ പ്രോബ്ലം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ അറിയാം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പം വെയിറ്റ് ഓഫ് ദ പോണ്ടൂൺ അല്ല, ഏതാണോ അവിടെ സ്ട്രക്ചർ ഫ്ലോട്ട് ചെയ്യുന്നത് അതിൻ്റെ വെയിറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ഓഫ് ഇവിടെ പോണ്ടൂൺ ആയതുകൊണ്ട് വെയിറ്റ് ഓഫ് ദ പോണ്ടൂൺ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ ആ ചെറിയൊരു മൂവബിൾ വെയിറ്റ് W1 തന്നിട്ടുണ്ട്, 245.25 കിലോന്യൂട്ടൺ. അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്, ആംഗിൾ എന്ന് പറയുന്നത് 4 ഡിഗ്രി ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി എം ഈസ് ഈക്വൽ ടു W1x ഡിവൈഡ് ബൈ ക്യാപിറ്റൽ W ടാൻ തീറ്റ. എല്ലാ വാല്യൂസും ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ജി എമ്മിൻ്റെ വാല്യൂ 1.788 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സ്റ്റെബിലിറ്റിയും കൂടെ ചോദിക്കുകയാണെങ്കിൽ പറയാം, ജി എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, therefore the body is in stable position. ഇത്രയും പ്രോബ്ലംസ് ആണ് മെയിൻ ആയിട്ട് മെറ്റാസെൻട്രിക് ഹൈറ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.